وَلْتَكُنْ مِنْكُمْ أُمَّةٌ يَدْعُونَ إِلَى الْخَيْرِ وَيَأْمُرُونَ بِالْمَعْرُوفِ وَيَنْهَوْنَ عَنِ الْمُنكَرِ. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه وسلم تسليما كثيرا. أما بعد، فنسأل الله تبارك وتعالى أن يفقهنا في الدين ويجعلنا هداة مهتدين غير ضالين ولا مضلين. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇമാം സാബൂനി റഹ്മഹുള്ളയുടെ അഖീദത്തു സലഫ് വഅസ്ഹാബുൽ ഹദീസ് എന്ന ഗ്രന്ഥത്തിൻ്റെ 5-ാമത്തെ ദർസിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. കഴിഞ്ഞ ദർസിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയം, എല്ലാ സിഫാത്തുകളുടെ വിഷയത്തിലും അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെയും പരിചയപ്പെടുത്തിയ എല്ലാ അള്ളാഹുവിൻ്റെ സിഫാത്തുകളോടും അള്ളാഹുവിൻ്റെ ഗുണവിശേഷണങ്ങളോടും ഒരൊറ്റ നിലപാടാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅ സ്വീകരിക്കുന്നത്. അവയ്ക്കിടയിൽ വേർതിരിവ് കൽപ്പിക്കുക എന്നുള്ളത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ രീതിയല്ല. മറിച്ച് എല്ലാ സിഫാത്തുകളെയും ഒരേ രൂപത്തിൽ പരിശുദ്ധ ഖുർആനിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ടോ, ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നുള്ളൂ. ഇവിടെ ഇമാം സാബൂനി റഹിമഹുല്ലാഹ് പറഞ്ഞു, ബൽ യൻതഹൂന ഫീഹാ ഇലാ മാ ഖാലഹു അല്ലാഹു തആല വഖാലഹു റസൂലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു പറഞ്ഞിടത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിടത്ത് അഹ്ലുസുന്നത്ത് വൽ ജമാഅ നിലകൊള്ളും എന്നുള്ളതാണ്. മിൻ ഗൈരി സിയാദത്തിൻ അലൈഹി വലാ ഇദാഫത്തിൻ ഇലൈഹി, യാതൊരു വർധനവുമില്ലാതെ അതുപോലെ തന്നെ കൂട്ടിച്ചേർക്കലുകളില്ലാതെ എല്ലാ സിഫാത്തുകളോടും തുല്യ സമീപനമാണ്. എന്നാൽ പഴിച്ചുപോയ കക്ഷികളുടെ വിഷയത്തിൽ അവർ ചില സിഫാത്തുകൾ മാത്രം സ്വീകരിക്കും. അശ്അരികളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു 7 സിഫാത്തുകൾ മാത്രം. ആ സിഫാത്തുകളെ സംബന്ധിച്ച് പറയുന്നത് ബുദ്ധി കൊണ്ട് സ്ഥിരപ്പെടുന്നത് കൊണ്ടാണ് നമ്മളത് സ്ഥിരീകരിക്കുന്നത്. എന്നാൽ പരിശുദ്ധ ഖുർആനിലും സഹീഹായ ഹദീസുകളും വന്നിട്ടുള്ള സിഫാത്തുകൾ അവരെന്ത് ചെയ്യില്ല, അവർ സ്ഥിരീകരിക്കില്ല, മറിച്ച് അവയെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചെയ്യുക. മാത്രമല്ല, ഈ അശ്അരികളായ ആളുകളുടെ പഴച്ച രണ്ട് നിലപാടുകളുണ്ട്. അതിൽ വലിയൊരു വിഭാഗം ആളുകൾ മുഅവ്വിലത്താണ്, അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ ദുർവ്യാഖ്യാനിക്കുന്ന ആളുകളാണ്. ആ ദുർവ്യാഖ്യാനത്തിൻ്റെ രീതി തെറ്റാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മുഫവ്വിദത്തിൻ്റെ, അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ അതിൻ്റെ പ്രത്യക്ഷാർത്ഥം നിഷേധിക്കുകയും അതിൻ്റെ വ്യാഖ്യാനം നമ്മൾ പറയുന്നില്ല, മറിച്ച് അള്ളാഹുവിലേക്ക് വിടുന്നു എന്ന് പറയുന്ന മുഫവ്വിദത്തിൻ്റെ വാദവും തെറ്റാണെന്നുള്ള കാര്യം എന്ത് ചെയ്തിട്ടുണ്ട്, ഇമാം സാബൂനി കൃത്യമായി പറഞ്ഞു. അതാണ് വല ഇസാലത്തിൽ ലഫ്ദിൽ ഖബരി അമ്മ തഅരിഫുൽ അറബ്, അറബികൾക്ക് അവർ മനസ്സിലാക്കിയിരുന്ന പദത്തിൻ്റെ അർത്ഥത്തിൽ നിന്ന് അവരെന്ത് ചെയ്യില്ല, തെറ്റുകയില്ല. വതദഉഹു അലൈഹി, അതിന് വേറൊരു അർത്ഥം കൊടുക്കുകയോ ചെയ്യില്ല. വയുജ്റൂന അല ളാഹിർ, പ്രത്യക്ഷാർത്ഥത്തിൽ അവർ മനസ്സിലാക്കുകയായിരുന്നു ചെയ്യാറുണ്ടായിരുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഇമാം സാബൂനി പഠിപ്പിച്ചു. പിന്നീട് സിഫാത്തുകളുടെ വിഷയം വളരെ കൃത്യമായി പഠിപ്പിച്ചതിന് ശേഷമാണ് പിന്നീട് അള്ളാഹുവിൻ്റെ കലാമിനെ സംബന്ധിച്ചുള്ള സംസാരം ആരംഭിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ കലാം എന്നുള്ളത് പരിശുദ്ധ ഖുർആനിലൂടെയും ഹദീസുകളിലൂടെയും ഏറ്റവും കൂടുതൽ സ്ഥിരപ്പെട്ടിട്ടുള്ള അള്ളാഹുവിൻ്റെ ഒരു സിഫത്താണത്. മാത്രമല്ല, വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു സിഫത്ത് കൂടിയാണത്. ആ ഒരു സിഫത്ത് സ്ഥിരീകരിക്കുക എന്നുള്ളത് അഹ്ലുസുന്നയുടെ അഖീദയിൽപ്പെട്ടുള്ളതാണ്. അള്ളാഹുവിൻ്റെ കലാമുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രത്യേകമായിട്ടുള്ള കലാമായിട്ടുള്ള പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചുള്ള വിശ്വാസവും ഇമാം സാബൂനി റഹിമഹുല്ലാഹ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ കലാമിനെ ആരെങ്കിലും നിഷേധിക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാം അല്ല എന്ന് ആരെങ്കിലും നിഷേധിക്കുകയാണെങ്കിൽ, അത് മഖ്ലൂഖാണെന്ന് ആരെങ്കിലും വിശ്വസിക്കുകയാണെങ്കിൽ അവൻ കാഫിറാണെന്നുള്ള കാര്യത്തിൽ ഇജ്മാ ഉണ്ട് എന്നുള്ള കാര്യം ഇമാം സാബൂനി റഹിമഹുല്ലാഹ് വളരെ കൃത്യമായി പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അത് കലാമാണ്. അള്ളാഹുവിൻ്റെ കലാം അത് പരിശുദ്ധ ഖുർആൻ മാത്രമല്ല, തൗറാത്തും ഇഞ്ചീലും സബൂറും സുഹഫ് ഇബ്രാഹീമും അതുപോലെ തന്നെ അള്ളാഹു എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിക്കുന്നത് കുൻ എന്ന വാചകം പറഞ്ഞുകൊണ്ടാണ്, വചനം പറഞ്ഞുകൊണ്ടാണ്. ആ ഒരു വചനത്തിലൂടെയാണ് അള്ളാഹു സൃഷ്ടിക്കുന്നത്.
ആ തരത്തിൽ അള്ളാഹുവിൻ്റെ വചനങ്ങൾക്ക് കണക്കില്ല എന്നുള്ളതാണ്. അതിനെ ക്ലിപ്തപ്പെടുത്താനോ രേഖപ്പെടുത്താനോ പരിപൂർണമായി സാധിക്കുകയില്ല എന്നുള്ളത് വ്യത്യസ്തങ്ങളായ ആയത്തുകളിലൂടെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ കലാമിനെ ആരെങ്കിലും നിഷേധിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഗൗരവം എന്ന് പറയുന്നത് അള്ളാഹുവിനെ നിർജീവ വസ്തുക്കളുമായിട്ട് സാദൃശ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കല്ലുപോലെ, അതുപോലെ തന്നെ മരം പോലെ നിർജീവമായിട്ടുള്ള വസ്തുക്കളുമായിട്ട് സാദൃശ്യപ്പെടുത്തുന്നത്. അപ്പോൾ അള്ളാഹു സംസാരിക്കുകയില്ല, അല്ലെങ്കിൽ അള്ളാഹുവിന് സംസാരം എന്നുള്ള ഒരു വിശേഷണമില്ല എന്ന് പറയുന്നതിലൂടെ എത്ര വലിയ ആക്ഷേപമാണ് അള്ളാഹുവിലേക്ക് ചേർത്തി പറയുന്നത്. മാത്രമല്ല അള്ളാഹുവിനെ സംബന്ധിച്ച് അവൻ്റെ പ്രത്യേകമായൊരു സിഫത്താകുന്ന ഈ ഒരു കലാമിനെ നിഷേധിക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തിനെ തന്നെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ ഉടനീളം വിഗ്രഹങ്ങളെ സംബന്ധിച്ച് ആക്ഷേപം പറഞ്ഞിട്ടുള്ളത്, അതുപോലെ തന്നെ ബനൂ ഇസ്രായേലികൾ പശുവിനെ ഉണ്ടാക്കിയ സമയത്ത് അതിൻ്റെ ആക്ഷേപമായി പറഞ്ഞതൊക്കെ തന്നെ എന്താണ്? അത് സംസാരിക്കുകയില്ല എന്നുള്ളതാണ്. സംസാരിക്കാത്ത സംസാരിക്കാത്തത് അതിന് എന്തുണ്ടാവുകയില്ല? ഉലൂഹിയത്തിൻ്റെ ക്വാളിറ്റി ഉണ്ടാവുകയില്ല എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉടനീളം പരിശുദ്ധ ഖുർആനിലുടനീളം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞു, അവലം യറൗ അന്നഹു ലാ യുകല്ലിമുഹും, അവർക്ക് അറിഞ്ഞുകൂടാതെ അവരോട് സംസാരിക്കുകയില്ല എന്നുള്ളത്. അപ്പോൾ സംസാരിക്കുകയില്ല എന്നുള്ളത് ഉലൂഹിയത്തിന് ചേരാത്ത ഒരു സംഗതിയാണ്. മാത്രമല്ല അള്ളാഹുവിൻ്റെ റുബൂബിയത്തിനെ തന്നെ അതിൽ നിഷേധിക്കലുണ്ട്. കാരണം അള്ളാഹു എല്ലാത്തിനെയും സൃഷ്ടിക്കുന്നത് 4 കാര്യങ്ങൾ ഒഴികെ ബാക്കി എല്ലാത്തിനെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് കുൻ എന്നുള്ള വചനത്തോടു കൂടിയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ നിഷേധിക്കുന്നതായി തീരുമെന്ത്? അള്ളാഹുവിന് കലാമില്ല എന്ന് പറയുന്നതിലൂടെ. മാത്രമല്ല അള്ളാഹു അമ്പിയാക്കളെ, മുർസലീങ്ങളെ നുബുവത്തുമായിട്ടും റിസാലത്തുമായിട്ടും നിയോഗിച്ചു എന്നുള്ള ആ ഉന്നതമായിട്ടുള്ള ആ ഒരു സ്ഥാനത്തെ നുബുവത്തിനെയും റിസാലത്തിനെയും നിഷേധിക്കുന്നത് ആയി തീരുമെന്നുള്ളതാണ്. കാരണം ഈ അമ്പിയാക്കൾക്കും മുർസലീങ്ങൾക്കുമുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? അവർക്ക് അള്ളാഹുവിൻ്റെ വചനങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കപ്പെട്ടു ജിബ്രീൽ മുഖേന എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു അള്ളാഹുവിൻ്റെ കലാം മുഖേനയാണ് ജനങ്ങളെ അവർ എന്ത് ചെയ്യുന്നത്? നേർവഴിക്ക് നയിക്കുന്നത്. അതാണ് അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനഊനി അൻ ഉബല്ലിഗ കലാം റബ്ബി ഫഇന്ന ഖുറൈശൻ മനഊനി അൻ ഉബല്ലിഗ കലാം റബ്ബി. എൻ്റെ റബ്ബിൻ്റെ കലാമിനെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ നിന്ന് ഖുറൈശികൾ എന്നെ തടഞ്ഞു എന്നുള്ളതാണ്. മുർസലീങ്ങളുടെ ദൗത്യം അതാണ്. മാത്രമല്ല ഈ പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാം അല്ല എന്ന് വന്നു കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആന് ഒരു പ്രത്യേകതയില്ലാതായി തീർന്നു. ആ പരിശുദ്ധ ഖുർആൻ മറ്റു പുസ്തകങ്ങളെ പോലെ തന്നെ മറ്റ് നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളെ പോലെ ഒക്കെ ആയിത്തീരും. അതിന് യാതൊരു വാല്യൂവും ഇല്ലാതായി തീരും എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ കലാമിനെ നിഷേധിക്കുക എന്നുള്ളത് അത് വലിയ അപകടങ്ങളാണ് വിരിച്ചു വരുത്തുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് അള്ളാഹുവിൻ്റെ റുബൂബിയത്തിനെയും ഉലൂഹിയത്തിനെയും അസ്മാ സിഫാത്തിനെയും നിഷേധിക്കുന്നിടത്തേക്ക് അത് എത്തിച്ചേരുന്നുവെന്ന് നമ്മൾ പറഞ്ഞു. കഴിഞ്ഞ ദർസിൽ 550-ലേറെ ഉലമാക്കളിൽ നിന്ന് എന്ത് ഇമാം ലാലക്കായി ഈ ഒരു അഖീദ ഉദ്ധരിച്ചിട്ടുണ്ട്. മാത്രമല്ല അള്ളാഹുവിൻ്റെ ഈ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമല്ല എന്നാരെങ്കിലും പറയുകയാണെങ്കിൽ അവൻ കാഫിറാണെന്നുള്ള കാര്യത്തിൽ ഇജ്മാഉം ഉദ്ധരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്നിട്ട് ഇമാം സാബൂനി റഹിമഹുള്ള അവിഷേകമായിട്ടുള്ള ചില പ്രമാണങ്ങൾ ഇവിടെ കൊടുത്തു, ആയത്തുകൾ കൊടുത്തു. ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ളത്. റസൂല് ഈ ഉമ്മത്തിന് എത്തിച്ചു കൊടുക്കുന്നത്, റസൂലുള്ളാഹിക്ക് അവതരിക്കപ്പെട്ടുള്ളത് ഒക്കെ പരിശുദ്ധ ഖുർആനാണ് എന്നുള്ള കാര്യം പറഞ്ഞു. യാ അയ്യുഹർ റസൂലു ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക്, റബ്ബിങ്കിൽ നിന്ന് അവതീർണമായത് എത്തിച്ചു കൊടുക്കുക റസൂലേ എന്നാണ് അള്ളാഹു കൽപ്പന നൽകിയിട്ടുള്ളത്. എന്നിട്ട് ഇമാം സാബൂനി പറയാണ്, വഹുവല്ലദി തഹ്ഫദുഹു സുദൂർ, ഈ പരിശുദ്ധ ഖുർആനാണ് റസൂലുള്ളാഹിക്ക് ഇറക്കി കൊടുത്തിട്ടുള്ളത്. റസൂലുള്ളാഹിക്ക് ഇറക്കിയിട്ടുള്ള വഹയ്യതാണ്, ജിബ്രീലാണ് അത് എന്ത് ചെയ്തിട്ടുള്ളത്? മധ്യവർത്തിയായി നിലകൊണ്ടിട്ടുള്ളത്. ആ പരിശുദ്ധ ഖുർആൻ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ജനങ്ങൾ ഹൃദയത്തിൽ ഹൃദ്യസ്ഥമാക്കുന്നത്. വതത്ലൂഹുൽ അൽസിന, നാവുകൾ ആ പരിശുദ്ധ ഖുർആനിനെയാണ് എന്ത് ചെയ്യുന്നത്? പരണം ചെയ്യുന്നത്. വയുക്തബു ഫിൽ മസാഹിഫ്, മുസ്ഹഫുകളിൽ അതാണ് എന്ത് ചെയ്യുന്നത്? എഴുതപ്പെടുന്നത്. കൈഫമാ തസറഫ ബിഖിറാഅതി ഖാരി, അത് ഏത് രൂപത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടോ ഖുർആൻ പരണം ചെയ്യുന്ന ആളുകൾ അതിൻ്റെ പാരായണത്തിലുമൊക്കെ ഇടപെട്ടിട്ടുണ്ടോ എങ്കിൽ പോലും അത് പരിശുദ്ധ ഖുർആൻ തന്നെയാണ് പാരായണം ചെയ്യുന്നത്. വലഫ്ദു ബിഖിറാഅതി ഖാരിഇൻ വലഫ്ദി ലഫ്ദി വഹിഫ്ദി ഹഫിദ്, മാത്രമല്ല അതുകൊണ്ട് മൊഴിയുന്ന ആൾ മൊഴിയുന്നത് പരിശുദ്ധ ഖുർആൻ തന്നെയാണ്. മനപ്പാടമാക്കുന്ന ആൾ
മനഃപ്പാഠമാക്കുന്നത് പരിശുദ്ധ ഖുർആൻ തന്നെയാണ്, അള്ളാഹുവിൻ്റെ കലാമിനെ തന്നെയാണ്. അപ്പോൾ ഏത് തരത്തിലുള്ള തസറുഫുകൾ കൊണ്ടും ആ ഖുർആൻ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പല രൂപത്തിൽ ഉപയോഗിക്കുന്നു അല്ലേ ഖുർആനിനെ. എന്നാൽ പോലും നമ്മൾ ഏത് രൂപത്തിൽ അതിനെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഖുർആൻ തന്നെയാണ്. വഹൈസു തുലിയ വഫി ഐ മൗദിഅൻ ഖുറഅ, എവിടെ അത് പാരായണം ചെയ്യുകയാണെങ്കിൽ പോലും, എവിടെ അത് വായിക്കപ്പെട്ടാൽ പോലും, വകുതുബ ഫി മസാഹിഫി അഹ്ലിൽ ഇസ്ലാം, മുസ്ലിമീങ്ങളുടെ മുസ്ഹഫുകളിൽ അത് രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞാലും എഴുതപ്പെട്ട് കഴിഞ്ഞാലും, വൽവാഹി സബിയാനിഹിം, കുട്ടികളുടെ സ്ലേറ്റുകളിൽ എഴുതൂലേ, അവർ കുട്ടികളുടെ സ്ലേറ്റുകളിൽ ഖുർആൻ എഴുതും, അതെല്ലാം ഖുർആൻ തന്നെയാണ്. വഗൈരിഹ, അവയല്ലാത്ത എങ്ങനത്തെ രൂപത്തിൽ അതിനെ മാറ്റിയാൽ പോലും അത് ഖുർആൻ തന്നെയാണ്. കുല്ലുഹു കലാമുല്ലാഹി അസ്സ വജല്ല ഗൈറു മഖ്ലൂഖ്, അവയെല്ലാം അള്ളാഹുവിൻ്റെ കലാമ് തന്നെയാണ്, സൃഷ്ടിയല്ലാത്തതാണ്. ഫമൻ സഅമ അന്നഹു മഖ്ലൂഖ് ഫഹുവ കാഫിറുൻ ബില്ലാഹിൽ അദീം. ഈ അള്ളാഹുവിൻ്റെ കലാമ് ഈ തരത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ വരുന്ന, ചിലപ്പോൾ അത് എഴുതപ്പെടും, വായിക്കപ്പെടും, അതുപോലെ തന്നെ കേൾക്കപ്പെടും, മനഃപ്പാഠമാക്കപ്പെടും, ഇങ്ങനെയുള്ള പരിശുദ്ധ ഖുർആൻ, ഇതെല്ലാം പരിശുദ്ധ ഖുർആൻ തന്നെയാണ്, അതൊക്കെ അള്ളാഹുവിൻ്റെ കലാമ് തന്നെയാണ്. അത് ആരെങ്കിലും സൃഷ്ടിയാണെന്ന് പറയുകയാണെങ്കിൽ, അത് ഏതെങ്കിലും രൂപം സൃഷ്ടിയാണെന്ന് പറയുകയാണെങ്കിൽ അവൻ അള്ളാഹുവിൽ കാഫിറായിട്ടുള്ള ആളാണ് എന്നുള്ള കാര്യമാണ് ഇമാം സാബൂനി റഹ്മത്തുള്ളാഹി പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നാട്ടിലുള്ള സമസ്തക്കാരായ ആളുകൾ അവർ അശ്അരി മാർഗം സ്വീകരിക്കുന്നവരാണ്. അശ്അരികൾ എന്ന് പറയുന്നത് ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഉസ്താദായിട്ടുള്ള ഇമാം ഷാഫിയുടെ ഒക്കെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ജഹ്മികളുടെ പിന്മുറക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ അശ്അരികളായ ആളുകൾ പഠിപ്പിക്കുന്നത്, ആ പള്ളി ദർസുകളിൽ പഠിപ്പിക്കുന്നത്, അവരുടെ ദർസുകളൊക്കെ പഠിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. പക്ഷെ ആ കലാമായിട്ടുള്ള, അള്ളാഹുവിൻ്റെ കലാമായിട്ടുള്ള സിഫത്താകുന്ന കലാം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ നഫ്സിൽ മാത്രം അവശേഷിക്കുന്നതാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കപ്പെട്ടുള്ള ഖുർആൻ, ആ ഇറക്കപ്പെട്ടുള്ള ഖുർആന് അതെന്താണ്, സൃഷ്ടിയാണ്. അതിൻ്റെ എന്താണ്, അത് അള്ളാഹുവിൻ്റെ നഫ്സിൽ നിന്നുള്ള, അള്ളാഹുവിൻ്റെ നഫ്സിലുള്ള ഖുർആനിൻ്റെ ഹികായത്താണ്, ആവിഷ്കാരമാണ്. അതിൻ്റെ എന്താണ്, ഇബാറത്തുൻ അൻ കലാമില്ല, അള്ളാഹുവിൻ്റെ കലാമിനെ തൊട്ടുള്ള ആവിഷ്കാരമാണ്, ഉദ്ധരണിയാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പം നമ്മൾ കയ്യിലുള്ള ഖുർആൻ എന്ന് പറയുന്നത്, നമ്മൾ പാരായണം ചെയ്യുന്ന ഖുർആൻ, അതുപോലെ നമ്മൾ ഹൃദയസ്ഥമാക്കുന്ന ഖുർആൻ, എഴുതുന്ന ഖുർആൻ, അതുപോലെ കുട്ടികൾ പഠിക്കുന്ന ഈ ഖുർആൻ എന്ന് പറയുന്നത് അശ്അരികളുടെ വാദപ്രകാരം അതെന്താണ്, മഖ്ലൂഖാണ് എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ. അപ്പോൾ അശ്അരികളായ ആളുകൾ പലപ്പോഴും പറയും ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണെന്നും മഖ്ലൂഖ് അല്ല എന്നും നമ്മൾ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയും. ഇത് കേൾക്കുന്ന സാധാരണക്കാരെ തെറ്റിദ്ധരിക്കും ഇവരെന്താണ് അഹ്ലുസുന്നയോട് യോജിക്കുന്നുണ്ട് എന്നുള്ളത്. എന്നാൽ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്ന സമയത്ത് മനസ്സിലാകും അവർ പറയുന്നത്, അവരുടെ വിശ്വാസപ്രകാരം ഈ തരത്തിലുള്ള മാറ്റങ്ങൾ വരുന്ന സമയത്തൊക്കെ അത് ഈ എഴുതപ്പെടുന്ന ഖുർആൻ, വായിക്കപ്പെടുന്ന കേൾക്കപ്പെടുന്ന ഈ ഖുർആൻ അത് അള്ളാഹു മൊഴിഞ്ഞതാണ് എന്നുള്ളത് അവരൊരിക്കലും വിശ്വസിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ ഖുർആൻ അത് അള്ളാഹുവിൻ്റെ നഫ്സിലുള്ളതാണ്, അതിൻ്റെ ഹികായത്താണ്. അള്ളാഹുവിൻ്റെ കലാമിന് ഒരിക്കലും ശബ്ദമില്ല, അതിന് അക്ഷരങ്ങളില്ല എന്നുള്ളതാണ് അശ്അരികളുടെ വിശ്വാസം. അതിനെ സംബന്ധിച്ചാണ് ഇമാം അബൂ ഉസ്മാൻ അസ്സാബൂനി അശ്ശാഫിഈ റഹിമഹുല്ലാഹ് പറയുന്നത്, ഫമൻ സഅമ അന്നഹു മഖ്ലൂഖുൻ ഫഹുവ കാഫിറുൻ ബില്ലാഹിൽ അദീം. അങ്ങനെയുള്ള ഖുർആന്, നമ്മൾ ഹൃദയസ്ഥമാക്കുന്ന, നമ്മൾ പാരായണം ചെയ്യുന്ന, മുസ്ഹഫുകളിൽ രേഖപ്പെടുത്തപ്പെട്ടുള്ള, കുട്ടികൾ വായിക്കുന്ന, നമ്മൾ മൊഴിയുന്ന ഈ ഖുർആന് അത് മഖ്ലൂഖാണെന്ന് പറയുകയാണെങ്കിൽ അവൻ കാഫിറാണ്. ഇത് അശ്അരികളുടെ വാദം കുഫ്റാണ് എന്നുള്ളതിന് ഏറ്റവും വ്യക്തമായ പ്രമാണമാണ് എന്നുള്ളതാണ്. നമ്മൾ ആലോചിക്കണം, ഇത് ഇമാം സാബൂനിയെ സംബന്ധിച്ച് അശ്അരി പണ്ഡിതന്മാർ വരെ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് വിശേഷിപ്പിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ബൈഹഖി അശ്അരിയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, സമിഅതുൽ ഹാക്കിം അബൂ അബ്ദില്ലാ അൽ ഹാഫിദ്, അബൂ അബ്ദില്ലാ അൽ ഹാക്കിം റഹിമഹുല്ലാഹ് പറയുന്നത് ഞാൻ കേട്ടു. ഇതാരാണ്? ഇമാം ഹാക്കിം മുസ്തദ്റക് എന്ന് പറയുന്ന വിഖ്യാതമായ ഗ്രന്ഥമെഴുതിയ, ഹദീസ് ഗ്രന്ഥമെഴുതിയ ഇമാം ഹാക്കിം പറയുന്നത് ഞാൻ കേട്ടു. ഇമാം ഹാക്കിമിൻ്റെ ശിഷ്യനാണ് ഇമാം അബൂ ഉസ്മാൻ അസ്സാബൂനി. അംബഅന അബ്ദുല്ലാ അൽ ഹാഫിദ് യഖൂലു സമിഅതു അബൽ വലീദ് ഹസ്സാൻ ഇബ്ന മുഹമ്മദ് യഖൂൽ സമിഅതു അൽ ഇമാമ അബൂ ബക്ർ മുഹമ്മദ് ഇബ്ന മുഹമ്മദ് ഇബ്ന ഇസ്ഹാഖ് ഇബ്ന ഖുസൈമ യഖൂൽ അൽ ഖുർആനു കലാമുല്ലാഹി ഗൈറു മഖ്ലൂഖ്. ഇമാം ഇസ്ഹാഖ് ഇബ്നു ഖുസൈമ റഹിമഹുല്ലാഹ്
മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് ബിൻ ഖുസൈമ റഹിമഹുല്ല വലിയ ഇമാമാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ കിതാബ് തൗഹീദ് എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയിട്ടുള്ള പ്രസിദ്ധനായിട്ടുള്ള ഇബ്നു ഖുസൈമ, അദ്ദേഹത്തിൻ്റെ കിതാബ് തൗഹീദിനെ സംബന്ധിച്ചാണ് ഫഖ്റുദ്ദീൻ റാസി പറഞ്ഞിട്ടുള്ളത് കിതാബ് ഷിർക്ക് എന്നുള്ളത്. അപ്പോൾ ഇബ്നു ഖുസൈമ റഹിമഹുല്ലാഹ് പറഞ്ഞു, അൽ ഖുർആനു കലാമുല്ലാഹി ഗൈറു മഖ്ലൂഖ്, ഖുർആൻ, പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, സൃഷ്ടിയല്ല. ഫമൻ ഖാല ഇന്നൽ ഖുർആന മഖ്ലൂഖ് ഫഹുവ കാഫിറുൻ ബില്ലാഹിൽ അദീം, ഖുർആൻ മഖ്ലൂഖാണെന്ന് ആരെങ്കിലും വാദിച്ചിട്ടുണ്ടെങ്കിൽ അവൻ സത്യനിഷേധിയാണ്, കാഫിറാണ്. ലാ തുഖ്ബലു ഷഹാദതു, അവൻ്റെ സാക്ഷ്യം സ്വീകരിക്കപ്പെടുകയില്ല. വലാ യുആദു ഇൻ മറദ്, അവൻ രോഗിയായാൽ സന്ദർശിക്കാൻ പാടില്ലതല്ല. വലാ യുസല്ല അലൈഹി ഇൻ മാത്, അവൻ ചത്തു കഴിഞ്ഞാൽ അവൻ്റെ മേൽ എന്ത് ചെയ്യാൻ പാടില്ല, മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല. വലാ യുദ്ഫനു ഫീ മഖാബിരിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ മഖബറുകളിൽ, മുസ്ലിമീങ്ങളുടെ ഖബർസ്ഥാനുകളിൽ ഈ വാദം വാദിക്കുന്നവരെ അടക്കം ചെയ്യാൻ പാടുള്ളതല്ല. യുസ്തതാബ്, അയാളോട് തൗബ ചെയ്യാൻ വേണ്ടി കൽപ്പിക്കപ്പെടണം. ഫഇൻ താബ വഇല്ലാ ദുരിബത് ഉനുഖു, ഒന്നുകിൽ തൗബ ചെയ്യുക, ഇല്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ശിരസ് ഛേദിക്കേണ്ടതുണ്ട്, കഴുത്ത് വെട്ടേണ്ടതുണ്ട് എന്നുള്ളതാണ് ഉലമാക്കൾ വിധി പറഞ്ഞിട്ടുള്ളത്. ഇത് ഇമാം ഇബ്നു ഖുസൈമ മാത്രമല്ല, നിരവധിയായ ഉലമാക്കൾ വിധി പറഞ്ഞിട്ടുള്ള കാര്യമാണത്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് എന്നുള്ള കാര്യം, അത് ആ വിഷയത്തിൽ യാതൊരു സംശയവുമില്ല. അത്രമേൽ ആയത്തുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്, ഹദീസുകൾ വന്നിട്ടുണ്ട്, സലഫുകളുടെ ആധാറുകൾ വന്നിട്ടുണ്ട്, അയിമ്മത്തുകൾ, ആയിരക്കണക്കിന് അയിമ്മത്തുകൾ ആ വിഷയത്തിൽ ഏകോപിച്ചതായിട്ട് നമുക്ക് ഉദ്ധരണികൾ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയുടെ കാലഘട്ടത്തിൽ മുഅ്തസിലികളായ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ അന്നത്തെ ഖലീഫയായിട്ടുള്ള മഅ്മൂനിൻ്റെ നേതൃത്വത്തിൽ ഗ്രീക്ക് ഫിലോസഫിയുടെ ഗ്രന്ഥങ്ങൾ വ്യാപകമായി അറബി ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി. അങ്ങനെയാണ് ഈ വാദഗതികൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിട്ടുള്ളത്, ശക്തി പകർന്നത്. അങ്ങനെ അത് വാളുകൊണ്ട് നടപ്പിലാക്കി. അവിടെയാണ് എന്ത് ചെയ്യുന്നത്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ അതിനെതിരിൽ ശക്തമായി നിലകൊള്ളുകയും ആ വിഷയത്തിൽ പരീക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെ പരീക്ഷിക്കപ്പെടുന്ന ആദ്യ കാലയളവിലൊക്കെ തന്നെ ഒരുപാട് പണ്ഡിതന്മാർ കൊല്ലപ്പെടുന്നുമെന്നുള്ള പേടി കാരണത്താൽ എന്ത് ചെയ്തിട്ടുണ്ട്, തഖിയ്യത്തായിക്കൊണ്ട് ഖുർആൻ മഖ്ലൂഖാണെന്ന് പറയുന്നിടത്തേക്ക് എത്തി. അതുപോലെ അള്ളാഹുവിൻ്റെ കലാമാണ് ഖുർആൻ എന്ന് പരസ്യമായി പറയാൻ പലർക്കും പേടിയുണ്ടായി, കൊല്ലപ്പെടുമെന്നുള്ള പേടി കാരണത്താൽ. അവിടെയാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ വളരെ ശക്തമായി ആ ഒരു പരീക്ഷണം നേരിടുകയും ഈ ഒരു അഖീദക്ക് വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെ പിന്നീട് 3 ഖലീഫമാർ കഴിഞ്ഞുപോയി. അവർ ഈ ഒരു ആശയത്തിൽ തന്നെ, ഖുർആൻ മഖ്ലൂഖാണെന്നുള്ള വാദത്തിൽ തന്നെ, ജഹ്മികളുടെ മുഅ്തസിലികളുടെ വാദത്തിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. പിന്നീടാണ് മുതവക്കിൽ എന്ന് പറയുന്ന ഭരണാധികാരി വരുന്നത്. അദ്ദേഹം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദയോട് അനുഭാവമുള്ള ആളായിരുന്നു. അങ്ങനെ പിന്നീട് ഇമാം അഹ്മദിന് തുറവി നൽകി. അതുപോലെ തന്നെ ഈ ഒരു അഖീദക്ക്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദക്ക് മുതവക്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്തുണ നൽകുകയും അതുപോലെ തന്നെ പരസ്യപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ പിന്നീട് ഈ ജഹ്മി വാദമുള്ള ആളുകൾ പിന്നീട് എന്ത് ചെയ്തു, ഖുർആൻ മഖ്ലൂഖാണെന്ന് നേരത്തെ പരസ്യമായി പറഞ്ഞ മഅ്മൂനിൻ്റെയും മുഅ്തസിമിൻ്റെയും വാസിഖിൻ്റെയും കാലത്ത് ഉറക്കെ പറഞ്ഞ ആളുകൾ പിന്നീട് ചില എന്ത് ചെയ്തു, മേക്കപ്പുകൾ ഇടാൻ തുടങ്ങി, ചില മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങി. നേരിട്ട് ഞങ്ങൾ മഖ്ലൂഖാണെന്നുള്ള വാദം വാദിക്കുന്നവരാണെന്ന് ജനങ്ങൾക്ക് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് ശക്തി വന്ന സമയത്ത്, അവരുടെ ബിദ്അത്തിൻ്റെയും കുഫറിൻ്റെ വാദക്കാർക്ക് ദൗർബല്യം വന്ന സമയത്ത് പിന്നീട് അവരെന്ത് ചെയ്തു, ചില മാറ്റത്തിരുത്തലുകൾ വരുത്തി. അവർ പറയാൻ തുടങ്ങിയത് 2 ബിദ്അത്തുകളാണ് പിന്നീട് ഉണ്ടായത്. അതിൽ ഒന്നാമത്തേത് എന്താണ്, ബിദ്അത്തുൽ ലഫ്ള്, ലഫ്ളി ബിൽ ഖുർആനി മഖ്ലൂഖ്, ഖുർആൻ കൊണ്ട് ഞാൻ മൊഴിയുന്നത് അതെന്താണ്, മഖ്ലൂഖാണ്, ഞാൻ മൊഴിയുന്ന ഖുർആൻ മഖ്ലൂഖാണ്. ഇങ്ങനെയുള്ള ഒരു വാദഗതി, അത് കേട്ട് കഴിഞ്ഞാൽ എന്താണ്, അതിലൊരു ശരി ഭാഗവും തോന്നും, അത് തെറ്റ് ഭാഗവും തോന്നും. ഇങ്ങനെ മുജ്ബലായിട്ടുള്ള വളരെ എന്താണ്, ചുരുങ്ങിയ രൂപത്തിൽ 2 ആശയത്തെയും ധ്വനിപ്പിക്കുന്ന ഒരു വാചകമാണ് ലഫ്ളി ബിൽ ഖുർആനി മഖ്ലൂഖ്. അതിനെ സംബന്ധിച്ച് നമുക്ക് വിശദീകരിക്കാം. ഈ ഒരു വാദഗതി പരസ്യമായി അത് ഇമാം അഹ്മദിൻ്റെ പരീക്ഷണ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അത് വ്യാപകമായത് ആ ഒരു പരീക്ഷണം അവസാനിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് മേൽക്കോയ്മ വന്ന സമയത്താണ് ആ വാദഗതി പ്രചരിച്ചിട്ടുള്ളത്. പിന്നീട് രണ്ടാമത്തെ ഒരു വാദമാണെന്ത്, ബിദ്അത്തുൽ വഖഫ് അല്ലെങ്കിൽ ബിദ്അത്തുൽ വാഖിഫ. ഈ ഒരു വിഷയത്തിൽ എന്താണ്, 2 അഭിപ്രായവും സ്വീകരിക്കാതെ മൗനം പാലിച്ചവർ, ഞാനും ഖുർആൻ മഖ്ലൂഖാണെന്ന് പറയുന്നില്ല, ഖുർആന് ഗൈറു മഖ്ലൂഖാണെന്നും പറയുന്നില്ല എന്ന് പറയുന്നവർ.
ഇങ്ങനെ 2 ബിദ്അത്തുകൾ ഉണ്ടായി. ഈ 2 ബിദ്അത്തുകളും ശരിക്ക് ആരിൽ നിന്ന് തന്നെ ഉത്ഭവിച്ചതാണ്? ജഹ്മികളിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. അതിന് എന്താണ്, അന്നത്തെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ പിന്താങ്ങുന്ന ഭരണകൂടം ഉണ്ടായതുകൊണ്ട് തന്നെ അവർക്കിടെ മേൽ നടപടി ഉണ്ടാകുമെന്നൊക്കെ ഭയന്നുകൊണ്ടും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഈ തരത്തിലുള്ള ചില തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ വാദഗതികൾ പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് ലഫ്ളി ബിൽ ഖുർആനി മഖ്ലൂഖ്, രണ്ടാമത്തേതായിട്ട് ബിദ്അത്തു അൽ വഖഫ്. ഞങ്ങൾ രണ്ടും പറയുന്നില്ല, ഞങ്ങൾ മൗനം പാലിക്കുകയാണ്, ഞങ്ങൾ സ്റ്റാൻഡ് സ്വീകരിക്കുന്നില്ല എന്ന് പറയുന്ന വാദം. ഈ 2 വാദക്കാരെ സംബന്ധിച്ചിടത്തോളവും അഹ്ലുസുന്നത്തി വൽ ജമാഅ അവരെ സംബന്ധിച്ച് കൃത്യമായി പഠിച്ചുകൊണ്ട് അവരുടെ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി. 2 കൂട്ടരും ആരാണ്? ജഹ്മികൾ തന്നെയാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ അവസാന കാലയളവിലൊക്കെ തന്നെ ഇവർക്കെതിരിൽ ശക്തമായ പോരാട്ടം നയിച്ചിട്ടുണ്ട്. അവർ ജഹ്മികളാണെന്നുള്ള കാര്യം പരസ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിനെ സംബന്ധിച്ചാണ് ഇമാം അബു ഉസ്മാൻ അസ്സാബൂനി റഹിമഹുല്ല ഇനി വിശദമായി സംസാരിക്കുന്നത്. അടുത്ത ദർസിൽ നമുക്ക് ആ വിഷയത്തെ സംബന്ധിച്ച് കൂടുതലായിട്ട് സംസാരിക്കാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. വഹാദ വല്ലാഹു അലം വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.